സർ, വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നിരവധി മണ്ഡലങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ മുൻതൂക്കമുണ്ടെന്നുള്ള പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊല്ലം എന്നുള്ളത്. LDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇനി വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്നും മാറി മറിയാൻ സാധ്യതയില്ലേ? നമുക്ക് ഓരോ ജില്ലകളായിട്ട് പോകാം. ആദ്യം ഞാൻ കൊല്ലം ജില്ല എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാണോ ഏത് മുന്നണിയാണോ അധികാരത്തിൽ വരുന്നത് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന 2 ജില്ലകളാണ് പൂർണ്ണമായിട്ടും. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് കൊല്ലം. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഒരു മണ്ഡലം മാത്രമാണ് UDFിൻ്റെ കൈവശമുള്ളത്, അത് കോവളം. കൊല്ലം ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 11 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, കുന്നത്തൂർ, കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, പുനലൂർ. ഇതിൽ 9 മണ്ഡലങ്ങൾ LDFിൻ്റെ കയ്യിലാണ്. 2 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ UDFിന്. അതായത് ഒന്ന് കരുനാഗപ്പള്ളി, 2 കുണ്ടറ. കരുനാഗപ്പള്ളിയിലെ MLA CR മഹേഷാണ്. 2016 1500 വോട്ടിന് ആണ് അവിടെ എതിർ സ്ഥാനാർത്ഥി വിജയിച്ചത്. അപ്പോൾ 1500 വോട്ടിൻ്റെ CR മഹേഷ് 2016 മുതൽ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് പറ്റി? 2021 തകർപ്പൻ വിജയം നേടി 30,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മഹേഷ് വിജയിച്ചു. മഹേഷ് മറ്റുള്ളവർക്ക് പോലും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു MLA ആണ്. ഇനി കുണ്ടറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുണ്ടറയിലെ MLA ഇപ്പോൾ PC വിഷ്ണുനാഥാണ്. 2021 മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തി. വലിയൊരു പരാജയമാണ് അവിടെ മേഴ്സിക്കുട്ടിക്ക് കിട്ടിയത്. PC വിഷ്ണുനാഥ് 2016 ചെങ്ങന്നൂരിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിനു മുമ്പ് MLA ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ മണ്ഡലത്തിൽ കിട്ടില്ല. ആൾക്കാർക്ക് വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടെന്ത് പറ്റി? 2021 കൊണ്ടുവന്ന് കുണ്ടറയിൽ നിർത്തി. കുണ്ടറയുമായിട്ടുള്ള എന്ത് ബന്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ശാസ്താംകോട്ട കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അതുമാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുണ്ടറയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു MLA ആയിട്ട് മാറി. വിഷ്ണുനാഥ് വലിയ മുന്നേറ്റമാണ്. അതെ, വിഷ്ണുനാഥ് ആദ്യമൊക്കെ ഒരു പാവം പിടിച്ച MLA, പാവം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ വലിയ പ്രകടനമൊന്നും അദ്ദേഹത്തിന്റെ മണ്ഡലങ്ങളിലൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു വല്ലാത്ത സ്വാധീനമുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ഈ പോരാളി, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തുടങ്ങി യുവതലമുറയുടെ കൂടെ കൂടിയത് കൊണ്ടായിരിക്കാം കുറച്ചൊരു പോരാട്ട വീര്യത്തിലേക്ക് അദ്ദേഹം പലപ്പോഴും പോകുന്നത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് തന്നെ അദ്ദേഹം ചില ചാരിറ്റി പ്രവർത്തനം, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ വീണ്ടും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ വിഷ്ണുനാഥനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് വിഷ്ണുനാഥനെ ഇപ്പൊ പലരും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അമരക്കാരനായിട്ട് തന്നെ വന്നിട്ടുണ്ട് PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, ഈ ഒരു നിര. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഒരു നിര തന്നെ ആയിരിക്കും. 2026 PC വിഷ്ണുനാഥ് കുണ്ടറയിൽ നിന്ന് വിജയിച്ചു വരികയും UDF വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മന്ത്രിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു നീക്കമുണ്ട്. PC വിഷ്ണുനാഥിനെ കൊല്ലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു താല്പര്യം കോൺഗ്രസ്സുകാർ കാണിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെന്ന്. കാരണം പൊതുവെ ഇപ്പോൾ അവിടെ NK പ്രേമചന്ദ്രൻ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മികച്ച മുന്നേറ്റം അത് UDFന് വലിയൊരു അടിത്തറ ഒന്ന് ശക്തമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ PC വിഷ്ണുനാഥ് കൊല്ലം മണ്ഡലത്തിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞാൻ 6 മണ്ഡലങ്ങളാണ് UDF പിടിക്കാൻ പോകുന്നതായിട്ട് കണക്ക് കൂട്ടുന്നത്. കൊല്ലം ജില്ലയിലെ 6 മണ്ഡലങ്ങൾ. അത് അടുത്ത 3ാമത്തെ ചവറയിലേക്ക് വരികയാണ്. ചവറ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം RSP ആണെന്ന്. ചവറ മുതൽ ചവറ വരെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് RSP. പണ്ട് അവർക്ക് എവിടെയെല്ലാം ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ചവറ, ഇരവിപുരം ഒക്കെ അവരുടെ മണ്ഡലങ്ങളായിരുന്നു. ഇപ്പൊ പണ്ട് ഇരവിപുരം എന്ന് പറയുമ്പോൾ എനിക്ക് RS ഉണ്ണിയൊക്കെയാണ് ഓർമ്മ വരുന്നത്, പഴയ RSPയുടെ നേതാവ്. അപ്പൊ 2016 ഷിബുവിനെ പരാജയപ്പെടുത്തിയത് അവിടെ ഷിബു ബേബി ജോണിനെ, മുൻ മന്ത്രി കൂടിയായിരുന്നല്ലോ, വിജയംപിള്ളയായിരുന്നു. 2021 ഷിബു ബേബി ജോണിനെ അവിടെ പരാജയപ്പെടുത്തുന്നത് വിജയംപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയംപിള്ള. അച്ഛനോടും മകനോടും പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് ഷിബു ബേബി ജോൺ. RSPയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ചവറയിലെ വിജയം എന്ന് പറയുന്നത്. എന്തായാലും അവിടെ
ചവറയിലെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും. കാരണം എൻ കെ പ്രേമചന്ദ്രന് പിന്നെ കൊല്ലം ജില്ലയെ ആകെ ഒരു വലിയ ഒരു പിന്തുണയുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 19-നേക്കാൾ ഭൂരിപക്ഷം കൂടി CPM-ൽ നിന്ന് പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ ആരുമില്ല. പിന്നെ ചാവേറായിട്ട് നമ്മുടെ മുകേഷ് പുങ്കവനെ കൊണ്ട് തന്നെ അവിടെ കൊണ്ട് നിർത്തി ചാവേറാക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ പ്രേമചന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന അടിത്തറയിൽ നിന്ന് ഇത്തവണ ചവറയിൽ RSP ജയിക്കും എന്നുള്ളതാണ്. അത് ഷിബു ബേബി ജോൺ തന്നെ ആയിരിക്കുകയും ചെയ്യും. പിന്നെ കൊല്ലത്തേക്ക് വരുമ്പോൾ 4ാമത് ഇവർ നേടാൻ പോകുന്ന മണ്ഡലം കൊല്ലമാണ്. കാരണം 2016 മുതൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തില് ജനങ്ങൾ വോട്ടർമാർ തലേ കൈവച്ച് പ്രാപിക്കൊണ്ടിരിക്കുകയാണ്. ഈ MLA തിരിച്ചു വിളിക്കൂ എന്നും പറഞ്ഞ്. അവർക്ക് വേണ്ട, ഈ ആരെങ്കിലും ഫോൺ വിളിച്ച് എന്തെങ്കിലും പരാതിപ്പെട്ടാൽ അവരോട് മോശമായിട്ട് സംസാരിക്കുക, കുട്ടികളാണ് അവരുടെ നേരെ തട്ടിക്കേറുക, അശ്ലീലമായിട്ടുള്ള സംഭാഷണമൊക്കെ ഒരുപാട് പുറത്തു വന്നിട്ടുള്ളതാണ് ഇദ്ദേഹത്തെക്കുറിച്ച്. ഇദ്ദേഹം നിയമസഭയിൽ ചെല്ലാറില്ല. ചോദിച്ചാൽ പറയും പിണറായിയെ പറഞ്ഞിട്ടുണ്ട് എവിടെ വേണേലും പൊക്കോളാനെന്ന്. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 21-ലെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് തീരദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ചൂലും കെട്ടെടുത്ത്, അറിയാമോ? ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ പേരാണ് അവിടെ പറയുന്നത്. ബിന്ദു കൃഷ്ണ 2021-ൽ മത്സരിച്ചതാണ്. ഈ കോൺഗ്രസിനകത്തെ ഈ കോൺഗ്രസ്സുകാരന്മാരുടെ ഈ പടലപ്പിണക്കം കാരണമാണ് അവിടെ വീണ്ടും മുകേഷ് ജയിച്ചത്. അല്ലെങ്കിൽ അവിടെ ബിന്ദു കൃഷ്ണ ജയിച്ചേനെ. അപ്പൊ ബിന്ദു കൃഷ്ണയ്ക്ക് തീരദേശ മേഖലയിലൊക്കെ വലിയൊരു സ്വാധീനമുണ്ടെന്നുള്ളതാണ്. അപ്പൊ കൊല്ലം മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാൻ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. അവിടെ ചിന്തോജറവും കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. മണ്ഡലം CPM-നകത്തെ ഒരു നാണക്കേടാണ് ചിന്തോജറം. ഒരിക്കലും സ്ത്രീകളെ അങ്ങനെ അധികം വളർത്തത്തൊന്നുമില്ല. അവരൊരു പരിധി കഴിഞ്ഞ് വെട്ടിയങ്ങ് താഴെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും സ്ഥാനാർത്ഥി സീറ്റൊക്കെ നൽകി ഒന്ന് പരിപോഷിപ്പിച്ചൊക്കെ നിർത്തും. 5ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തൂരാണ് കേട്ടോ. കുന്നത്തൂര് ഇപ്പൊ കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോന് മന്ത്രി എന്ന നിലയിലൊക്കെയാണ് കഴിഞ്ഞ തവണ പ്രചാരണമൊക്കെ നടത്തിയത്. പക്ഷെ അദ്ദേഹം 4-5 തവണയായിട്ട് അവിടെ നിന്ന് വിജയിച്ച് വരികയാണ്. മന്ത്രി ഒന്നും ആകാൻ കഴിഞ്ഞില്ല. CPM ഒന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഘടകകക്ഷിയായിട്ട് പോലും അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ UDF-ൽ നിന്ന് ഉല്ലാസ് കോവൂറിനെ ഇറക്കി മണ്ഡലം നേടുക എന്നുള്ളതാണ് UDF കണക്ക് കൂട്ടുന്നത്. അതും വളരെ നിഷ്പ്രയാസം നേടിയെടുക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇനി 6ാമത് വരുന്ന മണ്ഡലം, ഞാൻ 6 മണ്ഡലങ്ങളാണ് UDF-ന്റെ കൈകളിലേക്ക് വരുമെന്ന് പറയുന്നത്. 6ാമത്തെ മണ്ഡലം കൊട്ടാരക്കര. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരക്കാരിയായ താങ്കൾക്കുടനെ ഓർമ്മ വരുന്നത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി. ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ള സമം കൊട്ടാരക്കര, ഇതാണ് അല്ലേ ഈ കൊട്ടാരക്കരയ്ക്ക് ഈ ഒരു വലിയൊരു മുഖം ഉണ്ടാക്കി കൊടുത്തത്. പണ്ട് ആൾക്കാർ പറയും കൊട്ടാരക്കര പോയി ലോകത്ത് എവിടെ വേണേലും ബസ് കിട്ടും, മോസ്കോയിലേക്കും വേണേ ബസ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KSRTC-യുടെ ഒരു വല്ലാത്ത വൈബാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. 2006-ൽ പക്ഷേ ബാലകൃഷ്ണപിള്ളയെ ഐഷ പോറ്റി തോൽപ്പിച്ചു 10,000 വോട്ടിന്. 2011-ൽ വന്നിട്ട് ഈ ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷം ഉയർന്നു, 20,000-ലെത്തി. 2016-ൽ വന്നപ്പോൾ ഭൂരിപക്ഷം കേരളത്തിലെ തന്നെ മികച്ച ഭൂരിപക്ഷങ്ങളിൽ ഒന്നായി മാറി, 40,000-ലെത്തി. 2021-ൽ മത്സരിക്കുന്നത് ബാലഗോപാലാണ്, നമ്മുടെ ധനമന്ത്രി. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഐഷ പോറ്റിയെ അല്പം അകറ്റി നിർത്തിയിരിക്കുകയാണ് CPM. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഈ ഐഷ പോറ്റിയുടെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമാണ്. മിക്കവാറും 26-ൽ ഐഷ പോറ്റി UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊട്ടാരക്കരയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ ഒരു കാലഘട്ടത്തിൽ കൊട്ടാരക്കര = ബാലകൃഷ്ണപിള്ള. പിന്നെ അവിടെ നമ്മൾ കൊട്ടാരക്കര എന്ന് പറയുന്ന കേൾക്കുന്ന ആനവണ്ടി, KSRTC, ബാലകൃഷ്ണപിള്ള, ആന, ഗണപതി അമ്പലം, ഒറ്റ വാക്ക് ഇത്രയും പറയാം. അപ്പം ഈ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര അതായിരുന്നു അവിടെ ഒരു കാലഘട്ടത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. അദ്ദേഹം വെറുതെ നിന്നാൽ പ്രചരണം നടത്തിയില്ല, അദ്ദേഹത്തിന് കൂട്ടും. ഒരു വല്ലാത്ത ഒരു ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു സ്വാധീനമുണ്ട്. എന്നാൽ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല, ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് KSRTC-യിലൊക്കെ കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ വരുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഐഷ പോറ്റി ജയിച്ചു എന്നുള്ളൊരു ഇത് വന്നത്. വല്ലാത്തൊരു ജനങ്ങളുടെ ഇടയിൽ തന്നെ അന്ന് ഭയങ്കര, എനിക്കൊന്ന് ഈ പറഞ്ഞോളം ഭയങ്കര സമരവും അതും ഇതുമൊക്കെ ആയിരുന്നു. അന്ന് ഭയങ്കരമായിട്ട് ഈ അടിപിടിയൊക്കെ ഉണ്ടായ ഒരു സന്ദർഭമാണ് ഐഷ പോറ്റി ജയിച്ചത്. ഞാനൊക്കെ അന്ന് കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ പിന്നീട് അവർ തുടർന്ന് ജയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവരൊരു സ്ട്രോങ് പേഴ്സൺ, സ്ട്രോങ് വുമൺ ആണ്. പല കാര്യങ്ങളും ചെയ്യാൻ
സാധിച്ചു. അവരുടെ ഭരണം വളരെ നന്നായിട്ട്, അതായത് അതുകൊണ്ടാണല്ലോ വീണ്ടും അവർക്ക് ജയിക്കാനുള്ള സാധ്യത. പിന്നെ ബാലഗോപാലിന്റെ കാര്യം ഐഷാപ്പറ്റി ഭൂരിപക്ഷം കൂട്ടി വരികയാണ് ചെയ്തത് 2006 മുതൽ. അതുകൊണ്ട് അല്ല, ബാലകൃഷ്ണൻ അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വയ്യാത്തൊരു സ്റ്റേജിലേക്ക്. ഗണേഷ് കുമാറിന്റെ സ്വഭാവം അറിയാലോ. ഐഷാപോറ്റിയുടെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. ഐഷാപോറ്റിയുടെ ഭർത്താവിന്റെ കുടുംബം എന്നാൽ CPM-ന്റെ ബന്ധമുള്ള കുടുംബവുമാണ്. പക്ഷേ ഈ ഐഷാപോറ്റിയുടെ മുമ്പിൽ ആര് വന്നാലും അവിടെ ഏത് രാഷ്ട്രീയത്തിനപ്പുറം അവരൊരു സ്ത്രീ മനുഷ്യത്വം എന്നുള്ള രീതിയിൽ അവർ പല കാര്യങ്ങളും ഏർപ്പെടുന്നു. എൻ്റെ തന്നെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനപ്പുറം അവർ ആരെയും സ്വീകരിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ 2026 എന്തായാലും ഐഷാപോറ്റി അവിടെ നിന്ന് മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്, UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ കൊല്ലം ജില്ലയിലെ 6 മണ്ഡലങ്ങൾ UDF പിടിച്ചെടുക്കും. കരുനാഗപ്പള്ളി, കുണ്ടറ, ചവറ, കൊല്ലം, കുന്നത്തൂർ, കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങൾ. ബാക്കിയുള്ള മണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അവരുടെ കോട്ടയാണ്. പത്തനാപുരം അത് ഗണേഷ് കുമാർ, BJP-ക്ക് അത് ചാത്തന്നൂര് മാത്രമല്ല കൊട്ടാരക്കര ഇപ്പോൾ നമ്മൾ UDF-ന്റെ ഇതെന്ന് പറഞ്ഞാലും പക്ഷെ ഇപ്പൊ ഒരു BJP-ക്ക് വല്ലാത്ത സ്വാധീനമുള്ള മണ്ഡലം ഗണപതി ക്ഷേത്രം, അതുമായിട്ടൊക്കെ അത് 26-ൽ BJP അങ്ങോട്ട് കടന്നു കയറത്തില്ല. പക്ഷേ ഭാവിയിൽ BJP പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി മാറും. പറഞ്ഞുകൊണ്ട് സേവാഭാരതിയാണ്, ABVP ആണ്, പ്രവർത്തകർ വളരെ കാര്യമായിട്ടാണ് അവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത്. കാരണം താഴേക്കിടയിലേക്ക് ഇപ്പൊ എൻ്റെ നാട്ടിലോട്ടൊക്കെ ചെന്നാൽ തന്നെ RSS ആണെങ്കിലും വല്ലാത്ത ഒരു സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ചെലുത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉള്ളതുകൊണ്ട് UDF-ന് വല്ലാത്തൊരു പിന്തുണ അവിടെ വരുന്നു. LDF തുടരാൻ പോകുന്നത് പത്തനാപുരം ഗണേഷ് കുമാറാണ്. പിന്നെ ചടയമംഗലവും ഗണേഷ് കുമാർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. പത്തനാപുരവും പിന്നെ ചടയമംഗലവും പിന്നീട് ഇരവിപുരവും ചാത്തന്നൂരും പുനലൂരുമാണ്. അപ്പൊ 6 സീറ്റ് ചാത്തന്നൂര്, അതാണ് ഞാൻ പറഞ്ഞത്, UDF-ന് വരില്ല. അപ്പോൾ 6 സീറ്റ് UDF-ന് നേടാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും അട്ടിമറി നടന്നാൽ അതിൽ കൂടുതലും. അപ്പൊ ഇത് കൊല്ലം ജില്ല UDF-ന് അനുകൂലമായ ഒരു മറ്റൊരു ജില്ലയുമായിട്ട് നമുക്ക് വീണ്ടും വരാല്ലേ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.